ആഹാ, മുത്തശ്ശി ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ ചത്തിട്ടൊന്നുമില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? ഈ പ്രായത്തില് മരണത്തെക്കുറിച്ചൊക്കെ പറയാൻ പാടുണ്ടോ? അത് വലിയ ദോഷമായിട്ട് വരും. ഒരു സമാധാനവും ഇല്ല മോളെ ഇവിടെ. പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല. അമ്മയെ കണ്ടുപിടിക്കണം മുത്തശ്ശി. എവിടെ പോയി തിരക്കാനാ? ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അവളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. സിദ്ധുവിനെ ജയിലിൽ നിന്ന് ഇറക്കണം, അതിനുള്ള ഓട്ടത്തിലെല്ലാരും. ഇന്ന് എത്ര ദിവസമായി പാർവതിയെ കാണാതായിട്ട്. അതിലാർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം ഉണ്ടോ നോക്കി. മുത്തശ്ശിക്ക് സങ്കടമുണ്ടോ? പിന്നെ ഇല്ലാതെ. എന്നിട്ട് മുത്തശ്ശി എന്താ ചെയ്തത് പാർവതി അമ്മയെ കണ്ടുപിടിക്കാൻ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വയസ്സായില്ലേ? ഈ വയസ്സിലും മുത്തശ്ശിക്ക് പലതും ചെയ്യാൻ പറ്റും. ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അതുപോലെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ മുത്തശ്ശിക്ക്? എന്തും ഞാൻ ചെയ്യാം. എന്റെ മോക്ക് വേണ്ടിട്ടല്ലേ. എങ്കി മുത്തശ്ശി ഈ സത്യാഗ്രഹം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഗാന്ധിജിയൊക്കെ ചെയ്ത അത്രയും വലിയ നിലയിലൊന്നും ആലോചിക്കണ്ട. ഇത് ചെറുത്. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പില് കാണാതായ മരുമോളെ കണ്ടുപിടിച്ച് തരിക. ഒരു ചെറിയ ബാനർ, 1-2 പോസ്റ്റർ, പ്ലക്കാർഡ്, അത്രയും മതി. തകർക്കും. സത്യാഗ്രഹം നയിക്കുന്നതാരാ? മുത്തശ്ശി. ഞാനോ? അതെ. അതോടെ അമ്മയെ കാണാതായ വിഷയം കത്തും. ടിവിയിലും പത്രത്തിലും ഒക്കെ മുത്തശ്ശിയുടെ പടം വരും. ടിവിയിലൊക്കെ വരുവോ? വരും മുത്തശ്ശി. അല്ല, ഞാൻ വൈറലാവോ? ഉറപ്പായിട്ടും ആവും. വൈറലാവണം എന്ന് എനിക്ക് വലിയ മോഹമാണ്. എന്നാ ഞാൻ തയ്യാറാ മോളെ. അയ്യോ, ഇനി പോലീസുകാർ വിളിച്ച് തല്ലുവോ മറ്റോ ചെയ്യുവോ? ഒന്നും ചെയ്യില്ല. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കും. ഞാനുണ്ട് കൂടെ. ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായോണ്ടാ നേരിട്ട് കാണാമെന്ന് പറഞ്ഞത്. നമ്മുടെയൊക്കെ ഫോണ് പോലീസ് ടാപ്പ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനൊരു മുൻകരുതലെടുത്തത്. സിദ്ധുവിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടെന്നറിയാമല്ലോ. ഏത് നിമിഷവും നമ്മൾ ആ വാർത്ത പ്രതീക്ഷിക്കണം. അപ്പോ അത് തന്നെ, അവൻ പുറത്തിറങ്ങും, സത്യം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ല, ശ്രമിച്ചാലും അതിന് പറ്റണമെന്നില്ലല്ലോ. പറ്റിക്കൂടായികയില്ലല്ലോ. പെടുമ്പോ ശരത്ത് പെടും. എനിക്കിതിലൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അത് ചെയ്തത്. എനിക്കാക്കി എവിടുന്ന് കിട്ടിയെന്ന് പോലീസ് ചോദിക്കും. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? ചന്ദ്ര തന്നു തന്നെ പറയും. അതോടെ നീയും പ്രതിയാവും. ശരത്തെ, തോന്നിയസം കാണിക്കരുത്. ഞാൻ പെട്ട ചന്ദ്രയും പെടും. ഞാൻ പെടുത്തു. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച്, മുങ്ങുന്നെങ്കിൽ അതും ഒരുമിച്ച്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് വലിയ പുലിമാലായല്ലോ. എന്നാ അങ്ങനെ അല്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ചന്ദ്രയ്ക്കും ഗുണമുണ്ടാവും, എനിക്കും ഗുണമുണ്ടാവും. ചന്ദ്രയ്ക്ക് കോടികൾ കിട്ടും, എനിക്ക് ദേവികയും കിട്ടും. ജയിലിൽ പോയ സിദ്ധു പുറത്തു വരുന്നില്ലെന്ന് വിചാരിക്കാം. അതിനുള്ളിൽ വെച്ച് മരിച്ചു പോകും. എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ഈ പറഞ്ഞൊക്കെ നടക്കില്ലേ? നടക്കും. അപ്പോ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? എന്തായാലും ഇവിടെ വരെ ഇനി ഒരാളെ കൂടെ അങ്ങ് തീർക്കാം. ഞാൻ ചെയ്തോളല്ല. എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തെന്നാണ്. എനിക്ക് വിഷ്ണുവിന്റെ സഹായം മാത്രം ഒന്ന് വാങ്ങിച്ചു തന്നാണ്. വിഷ്ണുവിനെ എത്തിപ്പെടുത്താനോ? ആരും പേടാനൊന്നും പോകുന്നില്ല. ഈര് ചെവി അറിയില്ല. അറിയാതെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. പക്ഷേ അകത്ത് കിടക്കുന്ന സിദ്ധുവിനെ പുറത്ത് നിൽക്കുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിഷ്ണുവിനെ ഞാനൊന്ന് ഉപയോഗിക്കും. അവനോട് സംസാരിച്ച് അവന്റെ സമ്മതം വാങ്ങിത്തരുന്ന ജോലി മാത്രം ചന്ദ്രയുടെ. കുഴപ്പമൊന്നും ആവില്ലല്ലോ അല്ലേ? സ്വന്തം അമ്മയെ ഞാൻ കൊല്ലാൻ നോക്കിട്ടെ അകത്ത് പോയതേ സിദ്ധുവാ. ഞാൻ വളരെ ശ്രദ്ധിച്ച് എന്തും ചെയ്യും. എന്നെ വിശ്വസിക്കാം. ശരി, ഞാൻ വിഷ്ണുവായിട്ടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ച പോരെ, സമ്മതിപ്പിക്കും. ഞാനത് പ്രതീക്ഷിക്കും.
മനോര, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം. ഇത് മനസ്സിലായി. പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? എന്റെ ശരീരത്തിനൊരു വല്ലായ്മ. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. എന്തു പറ്റിയമ്മേ? ഭക്ഷണം കഴിച്ചാൽ പിടിച്ചില്ലേ? ആർക്കറിയാം, വല്ല കഷായം വാങ്ങിച്ചു കുടിച്ചാൽ മാറുമായിരിക്കും. എങ്ങോട്ടാ പ്രിയ രണ്ടാളും കൂടി? അതൊക്കെ പോയിട്ട് വന്നിട്ട് പറയാൻ ചേച്ചി. ഇപ്പൊ പറഞ്ഞാലെന്താ? അതിന്റെ ഒരു ത്രില്ലങ്ങ് പോവും. കുഴപ്പമൊന്നും ഒപ്പിക്കാനല്ലല്ലോ പോകുന്നത്. ഞാനങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നിന്നെയല്ല എനിക്ക് പേടി. ദാ ഈ നിൽക്കുന്ന മുത്തശ്ശിയെ. നമ്മുടെ കൂടെ അല്ല ആളിപ്പോ, അതാ പേടി. നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. നിന്റെ അമ്മായിയമ്മയെ കാണാതായിട്ട് ദിവസം എത്ര ഐഡി? എവിടെയെങ്കിലും അന്വേഷിച്ചോ? അങ്ങനെയുള്ള വിചാരമല്ലേ ഉണ്ടോ നിനക്ക്? ആര് പറഞ്ഞു മുത്തശ്ശി ഇല്ലാന്ന്? എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ തിരയുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒരാളെ കാണാതായ എങ്ങനെയൊക്കെ അന്വേഷിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ? എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നീ അവളെ കുറിച്ച് ഒന്നും അന്വേഷിക്കണ്ട. അവള് വരും. ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. രാവിലത്തെ ഗുളിക കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഡിഡി, ഞാനെല്ലാം കഴിക്കുന്നുണ്ട്. ഈ വിലാസിന് വെറും വാക്ക് പറയാറില്ല. ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. നീ വാ പ്രിയ, നീ ഇവിടെ നിന്നാ ശരിയാവില്ല. അവളുടെ ഓരോരോ ചോദ്യങ്ങളും. ഡോക്ടറെ, എനിക്കൊന്ന് അമ്മയെ കാണണമെന്നുണ്ട്. ഈ ഒരു അവസ്ഥയില് അത് ബുദ്ധിമുട്ടാവും. ഞാനവരുടെ മകനാ ഡോക്ടറെ. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കൂ പ്ലീസ്. പുറത്തുനിന്ന് ആരെങ്കിലും കയറി കണ്ടാ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാ എൻട്രി അനുവദിക്കാത്തത്. അല്ല, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അതേ കണ്ടീഷനിൽ തന്നെയാ. നല്ല പുരോഗതിയും കാണുന്നുണ്ട്. മരിക്കുമെന്ന് നമ്മളെല്ലാരും വിചാരിച്ചിരുന്ന ആള് മരിച്ചില്ല. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ? അതെ, എന്നാലും പാവം എൻ്റെ അമ്മ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നറിയാതെ ഒരേ കിടപ്പ് കിടക്കുക. അത് ഓർക്കുമ്പോ ഒരു സങ്കടം. പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും.